Hello guys, എല്ലാവരും ടെക് പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്യുന്നത് വേറൊന്നല്ല, നമ്മുടെ ബോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വർഷം പുതിയതായിട്ട് പുറത്തിറക്കിയ Immortal 131 എന്ന് പറഞ്ഞുള്ള ഒരു മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു എയർപോഡിന് അത്യാവശ്യം ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മുടെ ബോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ Immortal 131 എന്ന് പറയുന്ന ആ ഒരു എയർപോഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളോട് കൂടിയുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് 40 hours പ്ലേ ബാക്ക് കിട്ടുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ RGB ലൈറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഫെബ്രുവരി മാസത്തിലെ ഫസ്റ്റ് 1-ാം തീയതിയാണ് നമ്മൾ ഈ സംഭവം റിലീസായത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു കിട്ടാം. 1300 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിയത് ഓഫർ പ്രൈസിൽ. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 1700 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 1300 രൂപയ്ക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നമ്മുടെ ഏതൊരു ഹെഡ്സെറ്റും അല്ലെങ്കിൽ ഏതൊരു എയർപോഡ് എടുത്താലും ബോക്സസിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി സ്ക്വയറോ അല്ലെങ്കിൽ നമ്മുടെ എഗ് ഷേപ്പിലുള്ള ബോക്സസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നമ്മുടെ ഈ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കട്ടെ. ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിക്കതും ചാർജിങ് കേബിൾ ആവാനാണ് ചാൻസ് കൂടുതൽ. C ടൈപ്പ് ചാർജിങ് കേബിളാണ്. ഇപ്പോൾ എല്ലാ എയർപോഡുകൾക്കും C ടൈപ്പ് ചാർജിങ് കേബിൾസ് തന്നെയാണ് വരാറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. അതിന് ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ബോക്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു നോർമൽ ബിൽഡ് ക്വാളിറ്റി എന്ന് നമുക്കിനി പറയാൻ പറ്റില്ല. ഒരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടി ഡിസൈനിൽ ബോട്ടിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലാസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്ലാസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വിഷ്വൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ എയർപോഡുകളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ബോക്സസും തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ലൈറ്റിങ്സോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും കത്തി നിൽക്കണമെന്നില്ല കേട്ടോ ലൈറ്റിങ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കാം കേട്ടോ. അത് അടച്ചു നോക്കുന്ന ടൈമിലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ലൈറ്റിങ് നിൽക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് തുറന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. പ്രൊഡക്റ്റുമ്മയും നോക്കി നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. 2 റെഡ് ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കണ കാണാനായിട്ട് പറ്റും. അത് ചില നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ബ്ലിങ്ക് ചെയ്ത് നിൽക്കണ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ, ഒരു ഗ്രേ ബഡോട് കൂടിയുള്ളൊരു എയർപോഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. 10mm ഡ്രൈവിൻ്റെ എയർപോഡാണ് തന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ മൈക്കൊക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ എല്ലാ ഇതിലും മൈക്കൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലാറ്റൻസി ഫോർ ഗെയിമിംഗ്. അതായത് ഇത് സ്പെഷ്യലായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ ഗെയിമിംഗ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കമ്പനി ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ച സംഭവം പുറത്തിറക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചാർജിങ് അവർ 40 hours 40 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ ചാർജിങ് അവേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ എടുത്തു പറയാവുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്പെക്ക് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇയർബഡ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എങ്കിൽ മാത്രം ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇയർബഡ് എടുത്തിട്ട് അതുമ്പോൾ ലോങ് പ്രസ് ചെയ്യണം.
അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇയർബഡും കൂടി എടുത്തിട്ട് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്തിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് മിക്കതും Immortal 131 എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ പേര് വന്നിട്ടുണ്ട്, നമ്മൾ പെയറിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈസും ഫോണും നമ്മുടെ എയർപോഡും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചെവിയിലേക്ക് ഈ സംഭവം വെച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ പാട്ട് വെച്ച് നോക്കിയ നേരത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീലാണ് കിട്ടിയത്. എങ്കിൽ കൂടിയും ഈ പറഞ്ഞ പോലെ കമ്പനി പറയുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ ബാസോ കാര്യങ്ങളൊന്നും നമുക്കൊരു 10mm ഡ്രൈവിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തോന്നിയില്ല. കൂടുതൽ ട്രബിളാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഗെയിം യൂസേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഇയർബഡാണ് നമ്മുടെ Immortal 131 എന്ന് പറയുന്ന ഒരു മോഡൽ. അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. എങ്കിൽ കൂടിയും ട്രബിളിന് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ കൂടി ബാസ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. നിങ്ങളാരെങ്കിലും മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 1300 രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. 1300 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല ഇയർബഡ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ബോട്ടിൻ്റെയും JBL കിട്ടാൻ ചാൻസ് ഇല്ല. ബോട്ടിൻ്റെ ഒക്കെ തന്നെ ഇഷ്ടംപോലെ മോഡൽസ് അവൈലബിൾ ആണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ Immortal 131 എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് നമ്മളിതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബോട്ടിൻ്റെ Immortal 131 എന്ന് പറഞ്ഞുള്ള ഈ ഒരു മോഡൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിടിലം പ്രൊഡക്റ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിന് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.